മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ചൈനയിൽ പോയപ്പോൾ ആരാധ്യനായ സേതുമാധവനും കുടുംബവുമാണ് എന്നെ ചൈനയിലേക്ക് കൊണ്ടുപോയത്. ഷാങ്ഹായിലാണ് താമസിച്ചത്. പിന്നെ ടിയാനൻമെൻ സ്ക്വയറും ചൈനീസ് വൻമതിലുമൊക്കെ കാണാൻ ഞാൻ പോയിരുന്നു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ചൈനയിലേക്ക് യാത്ര ചെയ്യാന്ന്. അവിടെ ഞാൻ വിചിത്രമായിട്ട് കണ്ട ഒരു കാര്യം, അതിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ബന്ധമില്ല, അതില് അമേരിക്കൻ ഇംഗ്ലണ്ടിലെ ക്രിസ്ത്യാനികൾക്ക് നല്ല ബന്ധമുണ്ട്. എന്ത് നാക്കോടുകൂടിയാണ് ചൈനയിലെ വിദ്യാഭ്യാസമുള്ളവരെ ക്രിസ്ത്യാനികളാക്കുന്നത് ഇവര് എന്നെനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ചൈനയിലെ പേരുകള് ഒരു വ്യക്തിയുടെ പേരും ഇംഗ്ലീഷുകാർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പണ്ട് പിക്കിംഗ് എന്ന് പറഞ്ഞിരുന്നത് ബെയ്ജിംഗ് ആണ്. അതേപോലെ മാവോ സേത്തുങ് എന്ന വാക്കുകളൊക്കെ നമ്മൾ പറയുന്ന മാതിരിയൊന്നും അല്ല ശരിക്കും. അങ്ങനെ ചൈനയിലെ ഓരോ വ്യക്തിയുടെയും പേര് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ പേരുകളല്ല, വലിയ പേരുകളാ. ഞാൻ കാനഡയിലുണ്ടായിരുന്നപ്പോൾ ഗോപാലകൃഷ്ണൻ, നാരായണൻ എന്ന് പറയാൻ അവർ പെട്ടിരുന്ന പാട് ഭയങ്കര പാടായിരുന്നു. ചന്ദ്രശേഖര ഭട്ട് എന്നൊക്കെ പറയാൻ അവർക്ക് പറ്റിയില്ല. പത്മനാഭ പിള്ള എന്നൊക്കെ പറയാൻ അവർക്ക് ജീവിതത്തിൽ പറ്റില്ല. അതുകൊണ്ട് രണ്ട് വാക്കെടുക്കും. പാഡ് എന്നൊക്കെയാ വിളിക്കുക. പത്മനാഭ പിള്ള PAD, പാഡ് എന്നാ വിളിക്കാം. വേണു എന്നൊക്കെ ഉള്ളതിന് വേണുഗോപാലൻ നായർ എന്നുള്ളതിനൊക്കെ മിസ്റ്റർ നായ് എന്നൊക്കെയാ വിളിക്കുക. 2 അക്ഷരം 3 അക്ഷരം. ഇങ്ങനെ ചൈനീസ് പേരുകൾ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഇംഗ്ലീഷുകാരെല്ലാം കൂടി ഒരു ടെക്നിക്ക് ഉപയോഗിച്ചത് എന്താ അറിയോ? ഈ ചൈനക്കാരെ മുഴുവനും ഇംഗ്ലീഷുകാരുടെ ക്രിസ്ത്യൻ പേരിടുക. സെബാസ്റ്റ്യൻ, ജോൺ, അതുപോലെ മാത്യു, അങ്ങനെയുള്ള എല്ലാ ഓഫീസിലെ എല്ലാവർക്കും ഈ ക്രിസ്ത്യൻ പേരിടുക. ഞാൻ പരിചയപ്പെട്ട എല്ലാവർക്കും മേരി, അങ്ങനെ മേരി എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാണ് അവർക്ക് പറയാനായിട്ട്. 2 അക്ഷരം ഉള്ള ക്രിസ്ത്യൻ പേരുകളൊക്കെ ഉപയോഗിച്ച് ചൈനക്കാരുടെ പേര് മാറ്റി ഒഫീഷ്യലിയും ആ പേരാക്കി. സാവധാനത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യനാണ്. 1949 മാവോ സേതുങ് അധികാരത്തിൽ വന്നത് മുതൽക്ക് ഇവരുടെ മനസ്സിൽ കമ്മ്യൂണിസമാണ്, ശൂന്യതയാണ്. ഈശ്വരനും ഇല്ല, ദൈവവും ഇല്ല, മതവും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് വേണമെന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് വേണമെന്നുണ്ട്, മതം വേണമെന്നുണ്ട്. അപ്പൊ പേര് സെബ് അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ, ജോസ് അല്ലെങ്കിൽ ജേക്കബ് അല്ലെങ്കിൽ മേരി, ഇങ്ങനെയുള്ള പേരുകൾ, റാഫേൽ, ഈ പേരുകൾ അവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളാണ്. അപ്പൊ അവരോട് പറയാം, ഇത് ഇന്ന സെയിന്റിന്റെ പേരാണ്, ഇത് യേശുവിന്റെ ശിഷ്യന്റെ പേരാണ്, ഇത് ലൂക്ക്, മാർക്ക്, ജോൺ, മാത്യു, ഇതൊക്കെ യേശുവിന്റെ ശിഷ്യന്മാരാണ്, കൂടെയുള്ളവര്. അപ്പൊ നിങ്ങൾ പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് പോകേണ്ടവരാണ്. ഈ പേരുള്ളവരൊക്കെ ക്രിസ്ത്യാനികളാണ്. അവർക്ക് മതമേ അറിയാത്ത യുവതലമുറ. അവരെ നല്ല സംസ്കാരമുള്ള ഹിന്ദുക്കളെ പോലും പറ്റിച്ച് ക്രിസ്ത്യാനികളെ പള്ളി കൊണ്ടുപോകുന്ന പോലെ ഒരു മതവും ഇല്ലാത്തവന്റെ അവസ്ഥ എന്താ? അപ്പോ അവർ ഈ പേരിന്റെ ഉടമസ്ഥരാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികളാണെന്ന് പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ അവർക്ക് വേണ്ടിയിട്ട് അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നു, ചൈനക്കാരായ അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നു. അതൊരു പുതിയ അനുഭവമായിട്ട് വൻതോതില് അവിടെ ക്രിസ്തുമത പ്രചരണം നടക്കുന്നു. ഈ ചൈനീസ് വൻമതിലൂടെ നടക്കുമ്പോ ശരിക്ക് ഓരോ ചെറിയ 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 ഗ്രൂപ്പുകളായിട്ട് ഇവിടെ പെന്തക്കോസ്തുകാര് സുവിശേഷ പ്രസംഗം റോഡ് സൈഡിൽ നടത്തുന്ന മാതിരി അവർ ആ ചൈനീസ് വൻമതിലിന്റെ ഓരോ കോർണറില് അവരിങ്ങനെ യേശുക്രിസ്തുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഈ വരുന്നവരൊക്കെ ഇരിക്കാൻ പറഞ്ഞ് അവർക്കൊക്കെ ചോക്ലേറ്റ് കൊടുത്ത് അവരെയും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രാർത്ഥിപ്പിച്ച് അവരുടെ അഡ്രസ്സും പേരും ഫോൺ നമ്പറും എഴുതിയെടുത്ത് ഇമെയിലും എഴുതിയെടുത്ത് അവരെല്ലാം അവരുടെ മനസ്സിൽ ശൂന്യതയാണ്. സെക്കൻഡ് കൊണ്ട്, മിനിറ്റ് കൊണ്ട് അവർക്ക് ഈ പ്രാർത്ഥനയും ഈ ബൈബിളിന്റെ ചില വരികളും ഒക്കെ ചൈനീസ് ഭാഷയിലുള്ളത് സ്വീകരിക്കാൻ താല്പര്യം കാണുന്നവരെ ഈ പേരും കൂടി കൊടുത്ത്
ഇവരാണ്, ഈ കുട്ടികളാണ് ഈ മതപരിവർത്തനം നടത്തുന്ന, സുവിശേഷ സങ്കീർത്തനം നടത്തുന്നവർ തന്നെ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ചൈനക്കാർക്ക് പേര് കൊടുക്കും, ക്രിസ്ത്യൻ പേര് കൊടുക്കും. യുവർ ക്രിസ്ത്യൻ നെയിം ഈസ് ദിസ്, പ്ലീസ് കീപ് ഇറ്റ്. അവന് അഭിമാനമാണ്, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ മാതിരി എന്താ ഈ സംഭവം എന്ന് പോലും അറിയാതെ അത് സ്വീകരിച്ച്, പിന്നെ ഇവർ പിന്നീട് സംസാരിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ ചൈനീസ് പേര് പറയും. നോ 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 നോ, വാട്ട് ഈസ് യുവർ അതർ നെയിം, വാട്ട് ഈസ് യുവർ ഇംഗ്ലീഷ് നെയിം. ക്രിസ്ത്യൻ നെയിം എന്ന് പോലും ചോദിക്കില്ല, വാട്ട് ഈസ് യുവർ ഇംഗ്ലീഷ് നെയിം. ഉടനെ മറ്റേ പേരവൻ പറയും. പിന്നെ ആ പേര് മറക്കില്ല, ഈ പേര് പറയുകയില്ല, സ്വന്തം പേര് പറയുകയില്ല. ഈ ക്രിസ്ത്യൻ പേര് പഠിച്ച് അതായിരിക്കും എല്ലായിടത്തും പറയാം. ഞാൻ പോയിട്ട് കുറേ പേരെ പരിചയപ്പെട്ടപ്പോൾ എല്ലാം ഈ ക്രിസ്ത്യൻ പേരാ പറഞ്ഞത്. ഞാൻ അവരോട് ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? നോ നോ നോ, ഐ ആം എ ചൈനീസ്, ബട്ട് ഐ ലൈക്ക് ഇംഗ്ലീഷ്. അപ്പൊ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ പള്ളിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്തൊരു മാറ്റമാണ് ഈ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട കേരളീയരും ഇന്ത്യക്കാരും അല്ലാത്തവരൊക്കെ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. പ്രണാമം, നമസ്കാരം.